നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഇലക്ട്രിക് വാഹനങ്ങളുടെ വില കുത്തനെ കുറയ്ക്കുന്നത് നിർത്തി പകരം ഉൽപാദനം നിയന്ത്രിക്കാൻ ഇലക്ട്രിക് വാഹന വ്യവസായത്തോട് ആവശ്യപ്പെട്ട് ചൈനീസ് സർക്കാർ നീക്കം തുടർച്ചയായ പണപ്പെരുപ്പം സാമ്പത്തിക വളർച്ചയെ അപകടത്തിലാക്കുമെന്ന ആശങ്കകൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉണ്ടാക്കിയ അഭയാർത്ഥി കരാറിന് യൂറോപ്യൻ യൂണിയന്റെ അംഗീകാരം. ബോട്ടുകളിലെത്തുന്ന അഭയാർത്ഥികളെ തടഞ്ഞുവെക്കാനും ചില ദിവസങ്ങൾക്കുള്ളിൽ ഫ്രാൻസിലേക്ക് തിരികെ അയക്കാനും നടപടി ആരംഭിച്ച് UK. പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ തിങ്കളാഴ്ച കൂടുതൽ രൂക്ഷമായതോടെ പ്രതിഷേധിക്കുന്നവരെ കൂട്ടത്തടങ്കലിൽ വെക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. തീവ്രവാദ നിയമങ്ങൾ ലംഘിക്കുന്നവരെ ആരെയും അറസ്റ്റ് ചെയ്യുമെന്ന് മെട്രോപൊളിറ്റൻ പോലീസ്. ബ്രിട്ടനിൽ ബർഗറുകൾ, സോസേജുകൾ, ചിക്കൻ എന്നിവയുടെ വില കുതിച്ചുയരുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടെ കോഴിയിറച്ചിയുടെ വില ഉയർന്നത് കിലോയ്ക്ക് 2.85 പൗണ്ടിൽ നിന്ന് 5.5 പൗണ്ടിലേക്ക്. പട്ടിണിക്കോലമായ രൂപത്തിൽ 2 ഇസ്രായേലി ബന്ദികളുടെ ദൃശ്യങ്ങൾ ഹമാസ് പുറത്തുവിട്ടതിന്റെ അരിശത്തിൽ ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൈന്യത്തോട് ഉത്തരവിട്ടതായി റിപ്പോർട്ട്. അട്ടിമറി ശ്രമം നടത്തിയതിന്റെ വിചാരണയ്ക്ക് മുൻപ് ഏർപ്പെടുത്തിയ പ്രതിരോധ നടപടികൾ ലംഘിച്ചതിന് മുൻ പ്രസിഡന്റ് ജെയർ ബോൾസോനാരോയെ വീട്ടുതടങ്കലിൽ വയ്ക്കാൻ ബ്രസീലിയൻ സുപ്രീം കോടതി ജഡ്ജി ഉത്തരവിട്ടു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും മണിക്കൂറിൽ 90 മൈൽ വരെ വേഗതയിൽ ആഞ്ഞടിച്ച ഫ്ലോറിസ് കൊടുങ്കാറ്റ് ബ്രിട്ടനെ ദുരിതത്തിലാക്കി. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീഴുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. റെയിൽ ഗതാഗതവും സ്തംഭിച്ചു. റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്ന ഇന്ത്യക്ക് ചുമത്തിയിട്ടുള്ള തീരുവ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്കെതിരെ ഇന്ത്യ. USഉം യൂറോപ്യൻ യൂണിയനും ഇന്ത്യയെ ലക്ഷ്യമിടുകയാണെന്നും നടപടി അംഗീകരിക്കാനാകില്ല എന്നും വിദേശകാര്യ മന്ത്രാലയം. സീറോ മെയിന്റനൻസ് സൗകര്യത്തോടെ GOPC ലോഞ്ച് ചെയ്ത് റിലയൻസ് ജിയോ. ലിയോണൽ മെസ്സി കേരളത്തിലേക്ക് വരില്ല എന്ന് സ്ഥിരീകരിച്ച് കായിക മന്ത്രി V. അബ്ദുറഹിമാൻ. വാർത്തകൾ വിശദമായി. തുടർച്ചയായ പണപ്പെരുപ്പം സാമ്പത്തിക വളർച്ചയെ അപകടത്തിലാക്കുമെന്ന ആശങ്കകൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ വില കുറയ്ക്കുന്നത് നിർത്തി പകരം ഉൽപാദനം നിയന്ത്രിക്കാൻ ചൈനീസ് സർക്കാർ തങ്ങളുടെ ഇലക്ട്രിക് വാഹന വ്യവസായത്തോട് ആവശ്യപ്പെട്ടു. കൃത്രിമ ബുദ്ധി, കമ്പ്യൂട്ടിംഗ് പവർ, പുതിയ ഊർജ്ജ വാഹനങ്ങൾ എന്നിവയിൽ അമിതമായി നിക്ഷേപിക്കുന്നതിനെ പ്രവിശ്യ സർക്കാരുകളെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് വിമർശിച്ചു. ഈ വ്യവസായങ്ങൾ ബീജിംഗ് തന്ത്രപരമായ മുൻഗണനകളായി തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും വൻ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉണ്ടാക്കിയ ഒരു കരാറിന് EU പച്ചക്കൊടി കാട്ടിയതോടെ ചെറിയ ബോട്ടുകളിൽ എത്തുന്ന അഭയാർത്ഥികളെ തടഞ്ഞുവെക്കാനും ചിലരെ ദിവസങ്ങൾക്കുള്ളിൽ ഫ്രാൻസിലേക്ക് തിരികെ അയക്കാനും നടപടി ആരംഭിച്ച് UK. ഫ്രാൻസും UKയും തമ്മിലുള്ള 1 in 1 ഔട്ട് ഉടമ്പടി പ്രകാരം അഭയാർത്ഥികളെ ആദ്യമായി ചാനലിന് കുറുകെ തിരിച്ചയക്കാൻ ആഭ്യന്തര ഓഫീസിനെ അനുവദിക്കും. ഇനി മുതൽ ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ച് UKയിലേക്ക് ചാനൽ കടന്നവർക്ക് സുരക്ഷിതമായ വഴികൾ അനുവദനീയമല്ലാതാകും. പദ്ധതിയുടെ പൈലറ്റ് കാലയളവിൽ ആഴ്ചയിൽ ഏകദേശം 50 പേരെ തിരികെ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ തിങ്കളാഴ്ച കൂടുതൽ രൂക്ഷമായതോടെ പ്രതിഷേധിക്കുന്നവരെ കൂട്ടത്തടങ്കലിൽ വെക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. തീവ്രവാദ നിയമങ്ങൾ ലംഘിക്കുന്ന ആരെയും അറസ്റ്റ് ചെയ്യുമെന്ന് മെട്രോപൊളിറ്റൻ പോലീസ് വ്യക്തമാക്കി. ആളുകളോട് ഒരു പ്രതിഷേധത്തിലും പങ്കെടുക്കരുതെന്ന് ഡൌണിംഗ് സ്ട്രീറ്റ് ആവശ്യപ്പെട്ടു. ഡിഫൻസ് അവർ ജൂറിഷ് എന്ന പ്രഷർ ഗ്രൂപ്പിലെ പ്രചാരകർ ശനിയാഴ്ച മധ്യ ലണ്ടനിലെ വെസ്റ്റ് മിനിസ്റ്ററിൽ പ്രതിഷേധം നടത്താൻ പദ്ധതിയിടുന്ന പശ്ചാത്തലത്തിലാണ് പോലീസിന്റെ മുന്നറിയിപ്പ്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും മണിക്കൂറിൽ 90 മൈൽ വരെ വേഗതയിൽ ആഞ്ഞടിച്ച ഫ്ലോറിസ് കൊടുങ്കാറ്റ് ബ്രിട്ടനെ ദുരിതത്തിലാക്കി. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീഴുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. ചിലയിടങ്ങളിൽ കാരവനുകളെയും മറിച്ചിട്ടുകൊണ്ടാണ് ഫ്ലോറിസ് ആഞ്ഞടിച്ചത്. റെയിൽ ഗതാഗതവും സ്തംഭിച്ചു. തീരപ്രദേശങ്ങളിൽ കൂറ്റൻ തിരമാലകൾ പ്രത്യക്ഷപ്പെട്ടു. ബ്രിട്ടനിൽ ബർഗറുകൾ, സോസേജുകൾ, ചിക്കൻ എന്നിവയുടെ വില കുതിച്ചുയരുന്നു. 2 വർഷത്തിനിടെ കോഴിയിറച്ചിയുടെ വില കിലോയ്ക്ക് 2.85 പൗണ്ടിൽ നിന്ന് 5.5 പൗണ്ടായി ഉയർന്നു. പക്ഷിപ്പനിയും വളർത്തുകോഴികളുടെ എണ്ണം കുറയ്ക്കാനുള്ള പൗൾട്രി കർഷകരുടെ തീരുമാനവും വില വർദ്ധിപ്പിച്ചു. ബീഫ് വില കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 53% വർദ്ധിച്ചതായി വില വിശകലന വിദഗ്ധരായ അസോസിയ പറയുന്നു. വില കൂടിയതിനാൽ സ്റ്റീക്കും കബാബുകളും മെനുവിൽ നിന്ന് ഒഴിവാക്കി ബ്രിട്ടീഷുകാർ കോഴിയിറച്ചിയിലേക്ക് മാറുകയാണ്. പട്ടിണിക്കോലമായ രൂപത്തിൽ 2 ഇസ്രായേലി ബന്ദികളുടെ ദൃശ്യങ്ങൾ ഹമാസ് പുറത്തുവിട്ടതിന്റെ അരിശത്തിൽ ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൈന്യത്തോട് ഉത്തരവിട്ടതായി റിപ്പോർട്ട്. വിദേശത്തുൾപ്പെടെയുള്ള ഹമാസ് നേതാക്കളെ വധിക്കാനും ഇസ്രായേൽ പദ്ധതി തയ്യാറാക്കുന്നതായും സൂചനയുണ്ട്. അതിനിടെ അടിയന്തര വെടിനിർത്തൽ കരാർ ആവശ്യപ്പെട്ട് 10,000 കണക്കിന് ഇസ്രായേലികൾ തെരുവിലിറങ്ങി. ബന്ദികളുടെ ജീവൻ അപകടത്തിലാവുമെന്നത് പരിഗണിക്കാതെ ബന്ദികളെ തടവിലാക്കിയിട്ടുണ്ട് എന്ന് കരുതുന്ന മേഖലകൾ ഉൾപ്പെടെ പിടിച്ചെടുക്കാനാണ് നീക്കം. പുതിയ നിർദ്ദേശം വേഗത്തിൽ നടപ്പിലാക്കിയില്ല എങ്കിൽ രാജിവെക്കണമെന്ന് പ്രധാനമന്ത്രി IDF തലവനോട് പറഞ്ഞതായി ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേൽ പൗരന്മാരായ ബ്രാസ്ലാവിസ്കിയും എവ്യാത്ര ഡേവിസും വളരെ ദുരിതത്തിലാണെന്ന് കാണിക്കുന്ന വീഡിയോ പുറത്തുവന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് നെതന്യാഹുവിന്റെ ഉത്തരവ്. മെയ് മുതൽ ഏകദേശം 1400 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഐക്യരാഷ്ട്രസഭ കണക്കാക്കുന്നു. അട്ടിമറി ശ്രമം നടത്തിയതിന്റെ വിചാരണയ്ക്ക് മുൻപ് ഏർപ്പെടുത്തിയ പ്രതിരോധ നടപടികൾ ലംഘിച്ചതിന് മുൻ പ്രസിഡന്റ് ജെയർ ബോൾസോനാരോയെ വീട്ടുതടങ്കലിൽ വയ്ക്കാൻ ബ്രസീലിയൻ സുപ്രീം കോടതി ജഡ്ജി ഉത്തരവിട്ടു. ബോൾസോനാരോയെ വിചാരണയിൽ നിന്ന് ഒഴിവാക്കാൻ ബ്രസീലിയൻ സുപ്രീം കോടതി ജഡ്ജിമാർക്ക് US വിലക്ക് വരെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്.
ജസ്റ്റിസ് അലക്സാണ്ടർ ഡി മൊറോസിന്റെ വിധിപ്രകാരം കണങ്കാലിൽ ഇലക്ട്രോണിക് ടാഗ് ധരിക്കാനും ഉത്തരവിട്ടിരുന്നു. കഴിഞ്ഞ മാസം ഏർപ്പെടുത്തിയ സോഷ്യൽ മീഡിയ നിരോധനം ബോൾസോനാരോ ലംഘിച്ചു. സുപ്രീം ഫെഡറൽ കോടതിയെ ആക്രമിക്കാൻ വ്യക്തമായ പ്രേരണയും ബ്രസീലിന്റെ ജുഡീഷ്യറിയിൽ വിദേശ ഇടപെടലിനുള്ള പരസ്യ പിന്തുണയും അടങ്ങിയ സന്ദേശങ്ങൾ പങ്കിടാൻ ബോൾസോനാരോ സഖ്യകക്ഷികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിച്ചതായി മൊറേസ് വിധിയിൽ പറഞ്ഞു. ലണ്ടനിൽ ഒഴിവുകാലം ആഘോഷിക്കാൻ എത്തിയ ബ്രിട്ടീഷ് ദമ്പതികളുടെ മകനെ മറ്റൊരു വിമാനത്തിൽ കയറ്റി മറ്റൊരു രാജ്യത്തേക്ക് അയച്ചു. വൻ തിരക്കിനിടയിൽ കുട്ടി മാതാപിതാക്കളിൽ നിന്നും വേർപെട്ടു പോവുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ CCTV പരിശോധനയിലാണ് കുട്ടി സെക്യൂരിറ്റി ചെക്കുകളെല്ലാം പൂർത്തിയാക്കി മിലൻ മാൽപെൻസ വിമാനത്താവളത്തിലേക്കുള്ള വിമാനത്തിൽ കയറിയതായി കണ്ടെത്തിയത്. ലണ്ടനിൽ പുതിയ നയത്തിന്റെ ഭാഗമായി വിദേശ വിദ്യാർത്ഥികളിൽ 95% വിദ്യാർത്ഥികൾ പഠനം ആരംഭിച്ചില്ലെങ്കിലോ 90% വിദ്യാർത്ഥികൾ കോഴ്സ് പൂർത്തിയാക്കുന്നതുവരെ തുടർന്നില്ലെങ്കിലോ യൂണിവേഴ്സിറ്റികൾക്ക് പിഴ ഒടുക്കേണ്ടതായി വരുമെന്ന് മുന്നറിയിപ്പ്. മാത്രമല്ല 5%-ലധികം വിസ അപേക്ഷകൾ നിരസിക്കപ്പെട്ടാൽ അത്തരം സ്ഥാപനങ്ങൾക്ക് വിദേശ വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നതിൽ വിലക്കും ഏർപ്പെടുത്തും. മാത്രമല്ല വളരെ മോശം പ്രകടനം നടത്തുന്ന യൂണിവേഴ്സിറ്റികളുടെ പേരുകൾ വെളിപ്പെടുത്തുകയും ചെയ്യും. തീവ്ര ഇടതുപക്ഷ നിലപാടുകളിലൂടെ പ്രശസ്തനായ ലേബർ നേതാവായ ജെറമി കോർബിൻ പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുവരുന്നു. മുൻ ലേബർ MP കൂടിയായ വനിതാ നേതാവ് സാറ സുൽത്താനയാണ് പുതിയ ഉദ്യമത്തിൽ കോർബിന് കൂട്ട്. ഇരുവരും ചേർന്ന് രൂപം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ചേരാൻ സന്നദ്ധത അറിയിച്ച് ഇതിനോടകം 6 ലക്ഷത്തോളം പേരാണ് യുവർ പാർട്ടി എന്ന വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തീവ്ര ഇടതാശയങ്ങളുള്ള പുതിയ രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് ലക്ഷ്യമെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി കഴിഞ്ഞു. പ്രവർത്തകരെ ആകർഷിക്കാനായി രജിസ്റ്റർ ചെയ്ത യുവർ പാർട്ടി എന്ന വെബ്സൈറ്റിന്റെ പേര് തന്നെ പാർട്ടിക്കും നൽകിയേക്കും. ഇറ്റലിയിലെ ഭൂഗർഭ മെട്രോ സിയുടെ T2 സെക്ഷൻ നിർമ്മാണത്തിന് അനുമതിയായി. മധ്യ ഇറ്റലിയിലെ ഏറ്റവും നീളം കൂടിയ ടൈബർ നദിയുടെ അടിത്തട്ടിൽ നിന്ന് 25 മീറ്റർ താഴെ കൂടിയാവും പുതിയ മെട്രോ ലൈൻ കടന്നു പോകുന്നത്. ഭൂനിരപ്പിൽ നിന്ന് 48 മീറ്റർ വരെ താഴെ കൂടിയാകും പലയിടങ്ങളിലും പാത കടന്നു പോകുന്നത്. പ്യാസ വെനീസിയ മുതൽ വിയാലെ മസിനി വരെ 4 കിലോമീറ്റർ നീളുന്നതാണ് പുതിയ പാത. ഇതിൽ 4 പുതിയ സ്റ്റേഷനുകളുടെ നിർമ്മാണവും ഉൾപ്പെടുന്നു. ഭൂനിരപ്പിൽ നിന്ന് 43 മീറ്റർ വരെ താഴെ 7 ഭൂഗർഭ നിലകളിലായിട്ടായിരിക്കും സ്റ്റേഷനുകൾ വികസിപ്പിക്കുക. ബ്രിട്ടീഷ് വനിതയ്ക്ക് തുനീസിയയിൽ പാരാസൈലിംഗിനിടെ ലൈംഗികാതിക്രമം നേരിട്ടതായി പരാതി. മെഴ്സിസൈഡിൽ നിന്നുള്ള 52 വയസ്സുകാരിയാണ് ടാൻഡം പാരാസൈലിംഗ് നടത്തുന്നതിനിടെ മോശം അനുഭവം ഉണ്ടായെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവധിക്കാലം ആഘോഷിക്കുന്നതിനാണ് സ്ത്രീ സുഹൃത്തിനൊപ്പം പാരാസൈലിംഗ് നടത്തുന്നതിനായി മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്നത്. ശക്തമായ കാറ്റുള്ളതിനാൽ ഇരുവരും ഇൻസ്ട്രക്ടറുടെ കൂടെ പാരാസൈലിംഗ് നടത്തുകയായിരുന്നു. ഇതിനിടയിലാണ് ഇൻസ്ട്രക്ടർ യുവതിയോട് അതിക്രമം കാണിച്ചത്. ഇനി ആനന്ദ് ട്രാവൽ UK പൗണ്ട് ഇന്നത്തെ മൂല്യം. ഒരു പൗണ്ട് 116.56 ഇന്ത്യൻ രൂപ. ഒരു US ഡോളർ 87.56 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 101.38 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.33 US ഡോളർ.